ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗ ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യ ഏന മജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഖാദയതി ഹന്തികം. എന്താണ് ഇതിൻ്റെ അർത്ഥം? യുദ്ധം തുടങ്ങാൻ പോകുന്നു. പാണ്ഡവരും കൗരവരും യഥാസ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ആ സമയത്ത് അർജുനൻ സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്, തന്നോട് യുദ്ധം ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമെന്ന് ഭഗവാനോട് പറയുമ്പോൾ ശ്രീഹരി വിഷ്ണു രണ്ടു സേനകളുടെയും മധ്യത്തായി രഥം കൊണ്ടുവന്ന് നിർത്തുന്നു. ആ കാര്യമൊക്കെ ഇതിനു മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് രണ്ടു ഭാഗത്തെയും ആളുകളെ കണ്ടപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനൻ്റെ ആ വിഷാദഭാവമാണ് നമ്മൾ അർജുന വിഷാദ യോഗയിൽ പഠിച്ചത്. അതിനുശേഷം സാഖ്യയോഗയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. അതിൽ 21 ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇതിൽ വേദ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നവൻ എന്നാണ്. അവിനാശിനം എന്ന് വെച്ചാൽ നാശമില്ലാത്തത്, നിത്യം നിത്യമായത്, യ ആര് എന്നാണ് അർത്ഥം. ഏനം എന്ന് വെച്ചാൽ അത്, അജം ജനിച്ചിട്ടില്ലാത്തത്, അവ്യയം അവസാനിക്കാത്തത്, കഥം എങ്ങനെ, സ എന്ന് വെച്ചാൽ അത്, പുരുഷ മനുഷ്യൻ, പാർത്ഥ അല്ലയോ അർജുന, കം ആരെ, ഖാദയതി ഘാതകനായി, ഹന്തി കൊല്ലുന്നു, കം ആരെ. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ പാർത്ഥ, ഇവൻ നാശമില്ലാത്തവനും നിത്യനും അജനും അവ്യയനും ആണെന്ന് അറിയുക. അപ്രകാരമുള്ള പുരുഷൻ ആരെ എങ്ങനെ കൊല്ലിക്കുന്നു, ആരെ എങ്ങനെ കൊല്ലുന്നു. ഇവിടെ അവൻ അല്ലെങ്കിൽ ഇവൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആത്മാവിനെയാണ്. അർജുനൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരെയൊക്കെ മുത്തച്ഛനെയും ഗുരുക്കന്മാരെയും ഒക്കെ കൊല്ലുന്നതിനേക്കാൾ ഭേദം വനത്തിൽ പോകുന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന രാജ്യം നരകമായിരിക്കും. അങ്ങനെ അവരെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ രാജ്യസുഖം എങ്ങനെ അനുഭവിക്കും? എൻ്റെ ജീവിതം പിന്നെ നരകത്തിലായിരിക്കും. മരണശേഷം എനിക്ക് നരകത്തിലായിരിക്കും പോകേണ്ടി വരുന്നത്, വലിയ ശാപമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആത്മാവിനെക്കുറിച്ചൊക്കെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യം പഠിച്ചതാണ്. ഭഗവത്ഗീത ആദ്യമായി കേൾക്കുന്ന ആളുകൾ പ്ലേലിസ്റ്റിലുണ്ട്, 2 ഫോൾഡറായിട്ട് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിലൊന്ന് പോയി നോക്കിക്കോളൂ. ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം. ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, ഏതൊരാൾ ഒരു കേടുപാടും വരാത്തതും നാശമില്ലാത്തതും ജനിക്കാത്തതും ഒരിക്കലും ഒരു കുറവും വരാത്തതുമായ ആത്മാവിനെ അറിയുന്നുവോ, ആ പുരുഷൻ എങ്ങനെ ആരെ കൊല്ലാനാണ്, കൊല്ലിക്കാനാണ്. കൃഷ്ണൻ കൊല്ലിക്കുന്നുവെന്നോ അർജുനൻ കൊല്ലുന്നുവെന്നോ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ട് മാത്രമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത്
ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു. ഈ ആത്മാവിന് ഒരു തരത്തിലുമുള്ള മരണം സംഭവിക്കുന്നില്ല. കാരണം ആത്മാവ് ജനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ യുദ്ധം ചെയ്തു എന്ന് കരുതി ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളത് അർജുനൻ്റെ ധർമ്മമാണ്. ക്ഷത്രിയ ധർമ്മമനുസരിച്ച് യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. ഓരോരുത്തർക്കും ഓരോ കടമ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സൈനികൻ രാജ്യം കാക്കാനായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്നു. തൻ്റെ മുമ്പിലേക്ക് ശത്രുക്കൾ കടന്നു വരുന്നു. ആ സൈനികൻ ചിലപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ തൻ്റെ രാജ്യത്തെ ആക്രമിക്കാനായി വന്നു നിൽക്കുന്നത് ചിലപ്പോൾ തൻ്റെ ബന്ധുക്കളോ അതല്ലെങ്കിൽ തൻ്റെ പരിചയക്കാരോ അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലുമോ ആയിരിക്കാം. പക്ഷേ ആ പട്ടാളക്കാരൻ, ആ സൈനികൻ ഇത് തൻ്റെ മിത്രമാണ് എന്ന് കരുതി യുദ്ധം ചെയ്യാതിരിക്കുന്നത് ധർമ്മമല്ല. അത് ആ സൈനികൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ സൈനികന് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. സൈനികൻ്റെ ആത്മാവിന് ഒരു നാശവും ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നീ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക. ഇവിടെ അർജുനൻ എനിക്ക് എന്നുള്ള പദം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിനെ കൊന്നാൽ എനിക്ക് സമാധാനമാകുമോ? എൻ്റെ ബന്ധുക്കൾക്ക് നാശമുണ്ടാവുകയില്ലേ? എനിക്കതിനു ശേഷം സുഖമുണ്ടാകുമോ? യുദ്ധത്തിനു ശേഷം എല്ലാവരെയും വധിച്ചിട്ട് ആ രാജ്യം ഞാൻ എങ്ങനെ അനുഭവിക്കും? ഇങ്ങനെ ഞാൻ എന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇവിടെ ഞാൻ എന്നൊരു ബോധം ഇല്ല. ഇവിടെ ഉള്ളത് എന്ത് മാത്രമാണ്? ആത്മാവ് മാത്രമാണ്. ഇവിടെ നീ നിൻ്റെ ഗുരുവിനെ വധിച്ചെങ്കിലും, അതല്ലെങ്കിൽ നീ നിൻ്റെ ബന്ധുവിനെ വധിച്ചെങ്കിലും അതിനുശേഷം ആ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. ആ ഗുരുവിൻ്റെ ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ശരീരം എന്ന് ചിന്തിക്കുന്നത് തന്നെ ദുഃഖമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്ത വെടിഞ്ഞിട്ട് അവിടെ ആ കാണുന്നത് ഗുരുവിൻ്റെ കേവലമായ ശരീരം മാത്രമാണ്. ഗുരുവിൻ്റെ ആത്മാവിനെ നമുക്കൊരിക്കലും കൊല്ലാൻ കഴിയുകയില്ല. അർജുനനോ കൃഷ്ണനോ ആ ആത്മാവിനെ വധിക്കാൻ കഴിയുകയില്ല. ആ ആത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് അർജുനനോട് തൻ്റെ കടമ നിർബന്ധമായും ചെയ്യണമെന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ രാധാദേവിയുടെ ജന്മദിനം വരുന്നു. വീഡിയോ ഇട്ടിട്ടുണ്ട്. രാധാറാണിയുടെ കഥ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ കേളികൾ, ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കുന്ന കഥ, എന്തിനാണ് ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചത് എന്ന് വിശദമായി ആ കഥയിൽ പറയുന്നുണ്ട്. കേൾക്കാത്തവരെല്ലാവരും ആ കഥ കൂടി കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഹരേ കൃഷ്ണ.